ഏതൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നാടൻ കോഴിക്കറിയാണ്. അതിനായി ആദ്യമായി ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ച് അതിന് ശേഷം അതിനകത്തോട്ട് തേങ്ങ കൊത്തിയിടണം. ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ ആവശ്യമായ തേങ്ങ കൊത്തിയിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആകുന്നതിന് മുന്നേ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. അതിനുശേഷം ശകലം ഉപ്പ് ഇടുക. ശകലം ഉപ്പിട്ടതിന് ശേഷം സവോള എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചുള്ള സവോള എടുത്ത് അതും ഒന്ന് വഴറ്റി അതിലേക്കിട്ട് അതിന് ശേഷം നാടൻ കോഴി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അധികം കുറച്ച് നെയ്യ് വന്നു. ആ നെയ്യോട് ഇതിനകത്തിട്ടിട്ട് വഴറ്റി എടുത്തു. ഇനി അടുത്തതായിട്ട് ഇതിന് വേണ്ടുന്നതായ പൊടിവർഗ്ഗങ്ങൾ വഴറ്റിയെടുക്കലാണ്. അതിനുവേണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഇത് കരിഞ്ഞു പോകാത്ത രീതിയിൽ സ്റ്റൗ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് അതോടൊന്ന് ഇതിനകത്ത് ഇളക്കി ചേർക്കുക നന്നായിട്ട്. അതിലേക്ക് ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. അതിലേക്ക് പിന്നീട് അതിനകത്തേക്ക് ആവശ്യമായ കുരുമുളക് പൊടി, കായപ്പൊടി ഇത് രണ്ടും കൂടി ഇതിനകത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് പിന്നീട് ഈ പൊടിവർഗ്ഗങ്ങൾ മൂത്തതിന് പാകമായതിന് ശേഷം അതിലേക്ക് നമ്മളെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനൂടെ ആഡ് ചെയ്തു. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് പിന്നീട് ചിക്കന് വേണ്ടുന്നതായ ഉപ്പും ഇട്ട് പിന്നീട് ശകലം വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഒരു ശകലം വെള്ളം ഒഴിച്ച് അതോടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഫൈനലി നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ഇത് ചിക്കനും ചീനിയും കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ചിക്കനും ചീനിയും കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.